നമസ്കാരം, എല്ലാ കൂട്ടുകാർക്കും കേശൂസ് കിച്ചണിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്ക് മാമ്പഴ പുളിശ്ശേരിക്കുള്ള മാങ്ങ എങ്ങനെയാണ് പ്രിസർവ് ചെയ്ത് വെക്കുന്നതെന്ന് നോക്കാം. അതിനുവേണ്ടി ഞാനിവിടെ ഒരു 15 നാട്ടുമാങ്ങ എടുത്തിട്ടുണ്ട്. ഈ ടൈപ്പ് മാങ്ങ വെച്ചാണ് പുളിശ്ശേരി ഉണ്ടാക്കുന്നത്. ഞങ്ങളുടെ നാട്ടിലൊക്കെ ഇതിന് നാട്ടുമാങ്ങയെന്നാണ് പറയുന്നത്. ഇതിനി നമുക്ക് എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം. ഇത് ചെറുതായിട്ട് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തിട്ട് ഇതിൻ്റെ തൊലി അങ്ങ് വിരിച്ചെടുത്താൽ മതി. എല്ലാ മാങ്ങയും നമുക്കിതുപോലെ ചെയ്തെടുക്കാം. മാങ്ങയെല്ലാം തൊലി കളഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി വേവിക്കാനായിട്ട് ഒരു പാത്രത്തിലേക്ക് മാറ്റാം. ഇതിലേക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ മുളക് പൊടി, അല്പം ഉപ്പ്, ആവശ്യത്തിന് വെള്ളവും കൂടെ ഒഴിച്ചു കൊടുക്കാം. ഒരുപാട് വെള്ളം ഒഴിച്ചു കൊടുക്കണ്ട കേട്ടോ, മാങ്ങയ്ക്ക് വേവ് കുറവാണ്. ഇതൊന്ന് മിക്സ് ചെയ്യാം. ഇനി നമുക്ക് അടുപ്പിലേക്ക് വെച്ച് സ്റ്റൗ ഓൺ ചെയ്യാം. ഒരു തിള വന്നതിന് ശേഷം നമുക്കിത് അടച്ച് വെച്ച് മീഡിയം ഫ്ലെയിമിൽ ഒന്ന് വേവിച്ചെടുക്കാം. ഇനി ഇതൊന്ന് തുറന്ന് നോക്കാം. ഏകദേശം വെള്ളമൊക്കെ വറ്റിയിട്ടുണ്ട്. ഇനി കുറച്ച് വെള്ളം കൂടെ ഉണ്ട്. ഇനി നമുക്കിത് തുറന്ന് വെച്ച് വേവിച്ചെടുക്കാം. ഈ വെള്ളമൊക്കെ ഒന്ന് വറ്റിച്ചെടുക്കണം. ഇതിൻ്റെ വെള്ളമൊക്കെ വറ്റിയിട്ടുണ്ട്. ഇനി നമുക്ക് തീ ഓഫ് ചെയ്ത് ഇത് നന്നായിട്ട് തണുക്കാനായിട്ട് മാറ്റി വെക്കാം. മാങ്ങ നന്നായിട്ട് തണുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊരു എയർ ടൈറ്റ് ആയിട്ടുള്ള കുപ്പിയിലിട്ട് അടച്ച് വെക്കാം. എയർ ടൈറ്റ് ആയിട്ടുള്ള കണ്ടെയ്നറിലോ അല്ലെങ്കിൽ സിബ്ലോ കവറിലോ ഇട്ട് വെച്ചാൽ മതി. ഞാനിവിടെ ഇതുപോലൊരു കുപ്പിയാണ് എടുത്തേക്കുന്നത്. ഇതിൽ വെള്ളത്തിൻ്റെ അംശം ഒട്ടും കാണരുത് കേട്ടോ. വെള്ളത്തിൻ്റെ അംശം ഉണ്ടെങ്കിൽ നമ്മുടെ മാങ്ങ പൂത്തുപോകും. ഓരോ മാങ്ങയായിട്ട് ഈ കുപ്പിയിലേക്ക് ഇട്ട് കൊടുക്കുക. നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ കുപ്പിയിൽ ചെറുതായിട്ടൊന്ന് നെയ്യ് തടവി കൊടുക്കാം കേട്ടോ. ഞാനിപ്പോൾ ഇത്രയും മാങ്ങയാണ് ഈ കുപ്പിയിൽ വെക്കുന്നത്. ഇതിനി നന്നായിട്ട് ടൈറ്റായിട്ട് അടച്ചു വെക്കണം കേട്ടോ. ഇനി ബാക്കി മാങ്ങ വേറൊരു കുപ്പിയിലേക്ക് മാറ്റാം. വേവിച്ച മാങ്ങയെല്ലാം കുപ്പിയിലാക്കിയിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് ഫ്രീസറിൽ വേണം വെക്കാൻ കേട്ടോ. ഫ്രിഡ്ജിലല്ല വെക്കേണ്ടത്, ഫ്രീസറിൽ വെക്കണം. 1 വർഷത്തോളം ഇത് കേടാകാതിരിക്കും കേട്ടോ. പുളിശ്ശേരി ഉണ്ടാക്കുന്നതിന് ഇപ്പോൾ രാവിലെയാണ് പുളിശ്ശേരി ഉണ്ടാക്കുന്നതെങ്കിൽ തലേന്നെടുത്ത് ഫ്രിഡ്ജിൽ വെച്ചാൽ മതി. അപ്പോൾ ഇതിൻ്റെ ഐസൊക്കെ പോയിരിക്കും. പിന്നെ നമ്മൾ സാധാരണ എങ്ങനെയാണ് പുളിശ്ശേരി ഉണ്ടാക്കുന്നത് അതേപോലെ പുളിശ്ശേരി ഉണ്ടാക്കിയാൽ മതി. അപ്പോൾ നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കണം. പുതിയൊരു വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം.